ഇതിനിടയ്ക്ക് അച്ഛന് 1961 ഒറ്റ അച്ഛന് ആദ്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നു. ഓക്കെ. അപ്പൊ അന്ന് അത് തന്നെ ഒരു കഥയാണ്. കാരണം അത് ഇരിങ്ങാലക്കുട വെച്ചാണ്, അദ്ദേഹം ഇരിങ്ങാലക്കുട MLA ആയിരുന്നു. ഇരിങ്ങാലക്കുട വെച്ചാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ചെസ്റ്റ് പെയിൻ എന്തോ തോന്നിയിട്ട് അത്. പക്ഷെ അന്ന് അവിടുത്തെ ഒരു ഡോക്ടർ വളരെ കൃത്യമായിട്ട് അത് ഡയഗ്നോസ് ചെയ്തു. അന്ന് ECG പോലും അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ല, പിന്നീട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്തേക്ക് 2 ആഴ്ച ഒരു മാസമൊന്നും എനിക്ക് ഓർമ്മയില്ല, തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഡോക്ടർ നാരായണ പൈ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹമാണ് ഡയഗ്നോസ് കൺഫേം ചെയ്ത് പിന്നെ അതിനുള്ള മരുന്നുകളും ഒക്കെ തുടങ്ങിയത്. അപ്പൊ അന്ന് ഈ ചിലപ്പോൾ ത്രോംബലൈസ് ചെയ്യുക അങ്ങനെയുള്ളതായിരിക്കും അതൊന്നും ഉണ്ടായിരുന്നു. അഥവാ ഉണ്ടായിരുന്നു, ഇരിങ്ങാലക്കുട ഉണ്ടായിരുന്നില്ല. എന്തായാലും ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയൊന്നും വന്നിട്ടേ ഇല്ല. അന്ന് ഉണ്ടായിരുന്നത് ആകപ്പാടെ മരുന്ന്, ഡ്രഗ് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എക്കോസ്പിരിനൊക്കെ ഉണ്ടാവുമായിരിക്കും. അതെനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് പൈസാറിനെ കാണുന്നത്. പിന്നെ അന്ന് ഇവിടെ കാർഡിയോളജിസ്റ്റ് എന്ന് പറയാൻ മെഡിക്കൽ കോളേജ് ഡോക്ടർ ഗോപി ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ആ ഇടയ്ക്കാണ് ഡോക്ടർ KP ചന്ദ്രശേഖരൻ UK എന്ന് വന്നത്. ചന്ദ്രശേഖരൻ സാറിനെ ആണ് പിന്നീട് കാണിക്കുന്നത്. പൈസാറ് പറഞ്ഞു ചന്ദ്രശേഖരനെ കാണിക്കാൻ പറഞ്ഞിട്ട് സാറും അച്ഛനുമായിട്ട് എന്തോ ഭയങ്കര ഒരു റാപ്പോ ആയിരുന്നു. അങ്ങനെ സാറും ഈ പറഞ്ഞ മാതിരി ആളുകളെ അടുപ്പിക്കാത്തൊരു മനുഷ്യനായിരുന്നു. ഭയങ്കര എല്ലാവർക്കും അറിയാം സാറിന്റെ സ്വഭാവം. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്. ഭയങ്കര ദേഷ്യക്കാരനും. പക്ഷെ എന്തോ ഈ പറഞ്ഞ മാതിരി രണ്ടുപേരും ഒരു സ്വഭാവം ആയതുകൊണ്ടായിരിക്കും അമ്മ എപ്പോഴും പറയും രണ്ടുപേരും നല്ല കൂട്ടാന്ന് പറയും. അപ്പോൾ സാറ് പക്ഷേ ഈ പറഞ്ഞ മാതിരി അച്ഛന് വലിയ ഇഷ്ടമായത്. കാരണം അച്ഛൻ എന്ത് പറഞ്ഞോ അതുപോലെ കേൾക്കും. അതുകൊണ്ട് അച്ഛൻ എന്തോ ക്ലിഫ് ഹൗസിൽ അങ്ങനെ മിക്കവാറും എല്ലാ മന്ത്രിമന്ദിരങ്ങളിലും അന്ന് പ്രത്യേകിച്ചും മുകളിലത്തെ നിലയിലാണ്. അപ്പം പടി കയറുന്നത് ഒഴിവാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു ഡോക്ടർ. അതുകൊണ്ട് അച്ഛൻ ആകപ്പാടെ അന്ന് ഒരു ഒറ്റ നിലയിലുള്ള ഒരു മന്ത്രിമന്ദിരം എന്ന് പറയുന്നത് കന്റോൺമെന്റ് ഹൗസ് ആയിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വീട് സ്ഥിരമായിട്ട് അത് അങ്ങനെ ആക്കി. ഇപ്പോൾ പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ അത് കന്റോൺമെന്റ് ഹൗസിലാണ് അച്ഛൻ താമസിച്ചിരുന്നത്. അത് ഒരു നിലയേ ഉള്ളൂ. ബെഡ്റൂമെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്.